രണ്ടാമത്തെ ദിവസത്തെ പാരായണം തുടരുകയാണ്. നാളെ ശിവേശ്വര ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണമുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. നാളത്തെ പാരായണവും കൂടി അധികമായിട്ട് ഇവിടെ പാരായണം ചെയ്യുകയാണ്. അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകിന്നാൻ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ല ദേവനുകൂടു ഖേദമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണാൻ വന്നു ഭാർഗവനെയും. നീലനീരധനിവ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ പടവാനലസമൻ ക്രുദ്ധനായി പരശുവാൻ ആസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാഹസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കിട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി ഭക്തിയിൽ രഥൻ ഭാർഗവ രാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്ത്യ കീർത്തിച്ച പലതരം. കാത്യവീര്യാരെ പരിത്രാഹിമാം തപോനിധേ, മാർത്താണ്ഡ കുലം പരിത്രാഹി കാരുണ്യാംബുദേ, ക്ഷത്രിയാന്തകാ പരിത്രാഹി മാം ജമദഗ്നി, പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ, പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാർത്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോ വാരിധി ഭൃഗൂപതേ, കർത്തളീരിന തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാതരിയാതെ ബദ്ധരോഷേണ വഗ്നി ജാലപൊങ്ങിടും വണ്ണം വക്രവും മധ്യാനർക്ക മണ്ഡലം പോലെ ദീപ്ത സത്തരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവ ശാപം ഗണ്ണിച്ചതെന്റെ, കയ്യിലുണ്ടൊരു ശാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ജീവൻ. അല്ലാകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുകൊണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിരു. എന്തോന്നു വരുന്നിരെന്നോർത്തു ദേവാദികളും, ചിന്ത പൂണ്ടുഴന്നിത താപസവരന്മാരും. പങ്ക്തിചന്ദനൻ വൈദി കൊണ്ടുവേവതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും. ക്രുദ്ധനാ പരശുരാമൻ താനോടരുൾ ചെയ്തു, ചൊല്ലിടും മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ. ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ, സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരൂപടി തിരുവുള്ളത്തിലേറുന്നതിൽ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകരുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശാസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന വേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ, കന്തപ്പ കളേന്ദ്രൻ കഞ്ചലോചനൻ വരൻ, ചന്ദ്രചൂടാരവിന്ദ ഇന്ദിരാ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്നിച്ചു മന്ദേതരം, നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊഴുത്താശു വലിച്ചു നിരച്ചുടൻ നിധിദൂജിത ശ്രമം.
ചോദിച്ചു ഭൃഗൂപതി തന്നോടു രഘൂപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാനിധി. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവ രാമാലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുടാനന്ദമതി ഉത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ മഹാബാഹോ ജാനകീപദേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമണ രഘുപതി. ശ്രീരാമ രാമ രാമ പുരുഷോത്തമാ ദയാനിധി, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തി. ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടാലും കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്വിതേ. ചക്രതീർത്ഥങ്ങൾ ചെന്നെത്രയും ബാല്യകാലേ, ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഗിത്താക്കിയ വന്നു, സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും. ഓം ശ്രീകൃഷ്ണായ മധ്യേജോയുക്തൻ ഭവാനെന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ പ്രഭൂപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഗേഹയനെ, ചൊല്ലിടും കാത്യാവീത അർജുനനാം നൃപേന്ദ്രനെ. വലജിയതിയും അവൻ മൽക്കലാംശജനല്ലോ, വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം വിരൂപത്തൊന്നു പരിവൃത്തി, യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് അന്യോന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ, നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പന്തിസന്ധന സുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ള മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാത് ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണാൻ വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്നിരുവടി പാർത്താൽ. അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. താവൽ പര്യന്തം മായ സമൃദ്ധം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവൽ തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും തൽസ്യവാരതന്മാരാം മനുഷ്യർ മെല്ലെ മെല്ലെ. ത്വന്മായ രചിതമാം സംസാര പാരാവാരം തന്മാരും കരയേറിടുന്നിതു കാലം കൊണ്ടേ. തജ്ഞാന പരന്മാരാം മനുഷ്യ ജന്മങ്ങൾക്കും അജ്ഞാനം നീക്കോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരു വരങ്കിൽ നിന്ന് അൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും. തൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവ ചിന്മയ പദത്തിങ്കൽ ആഹന്തലിച്ചിടും. ദുർഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയുണ്ടല്ലോ. വിജ്ഞാനജ്ഞാന സുഖമോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നിശ്ചിതം ബോധം സിദ്ധിക്കണം.
ഓം ശ്രീകൃഷ്ണായ നമഃ. ആകയാൽ പാദപത്മങ്ങളിൽ സദാകാലം ആകുലം പുരാകുരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഗപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ സതതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ ഭഗവതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ പാഠത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാമായണ പാരായണം തുടരുകയാണ്. നാളെ ശിവേശ്വരത്ത് സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിതിരൂപടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്ന് അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവ രഘുപതേ രാമകാരുണ്യാംബുദേ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായി ഈരേണം വിശേഷിച്ചും. മൃത്യു വന്നെടുക്കുമ്പോൾ തൽപദാംബുജഗതി ചിത്തെ സംഭവിപ്പതിനായനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം കീടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനാൻ താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താനന്ദാശുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന യോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷവേഷം പൂണ്ടു കൈക്കൊണ്ട് ആനന്ദ പൂണ്ടു വസിച്ചിടിനാനന്ദിനം. കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കണ്ടു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ സോദരനായി വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടു നടന്നിടിനാനവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. പാകശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാഴ്നാനയോധ്യാപുരി തന്നിലെന്നേ. ഓം തത്സത്. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. രണ്ടാം ദിവസത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഓം ശ്രീ വിഷ്ണു
വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമാകാരരൂപം അധിക്തദേശം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയോഗം. വിദം ശംവിദം നിർമ്മലം നിർവികൽപം നിരീഹം